അങ്ങനെ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ തീരുമാനമായി. എന്തൊക്കെയായിരുന്നു? ഒടുക്കത്തെ ഹൈപ്പ് കൊടുത്ത് ഷാഫി കെട്ടിയിറക്കിയ രാഹുലിന് റീൽസ് പോസ്റ്റ് ചെയ്ത് കിട്ടിയ സ്വീകാര്യതയൊന്നും ജനങ്ങളിൽ നിന്ന് കിട്ടിയില്ല. എന്നാലും ആള് ആക്റ്റീവ് ആണെന്ന കാര്യവും പറയാതിരിക്കാനാവില്ല. പറഞ്ഞു വരുന്നത് മാങ്കൂട്ടം 2.1 വരുന്നു. അറിഞ്ഞു കാണും. നിയമസഭാ സീറ്റിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേതൃത്വത്തിന് ഒരിക്കൽ കൂടി വഴങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ഷാഫിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് നടനും സംവിധായകനുമായ രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിലെ നീക്കം. പിഷാരടി സമ്മതം മൂളിക്കഴിഞ്ഞു എന്നാണ് വാർത്തകൾ. തെരഞ്ഞെടുപ്പിലേക്ക് ജില്ലാ നേതൃത്വം നൽകിയ പേരുകൾ വെട്ടിയതായാണ് വിവരം. കണ്ണൻ ഗോപിനാഥിന്റെയും കെ മുരളീധരന്റെയും പേരുകളാണ് DCC നേതൃത്വത്തിന് നൽകിയത്. ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിലിന് പകരം UDF ടിക്കറ്റിൽ രമേശ് പിഷാരടി പാലക്കാട് മത്സരിച്ചേക്കുമെന്ന സൂചനകൾ ശക്തമായി. കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക AICC സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് KPCC കൈമാറിയിരുന്നു. സിറ്റിംഗ് മണ്ഡലങ്ങളും ഒറ്റ പേരിലെത്തിയ മറ്റ് മണ്ഡലങ്ങളും ഉൾപ്പെടുന്ന പട്ടികയാണ് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറിയത്. പ്രതിപക്ഷ നേതാവിന്റെ യാത്രയ്ക്ക് ശേഷം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമാക്കിയത്. 50 പേരുടെ പട്ടിക എപ്പോൾ വേണമെങ്കിലും പുറത്തുവിടാൻ സജ്ജമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. മധുസൂദൻ മിസ്ത്രി അധ്യക്ഷനായ സ്ക്രീനിംഗ് കമ്മിറ്റിയുമായി 2 മണിക്കൂറോളം ചർച്ച നടത്തിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ആദ്യഘട്ട പട്ടിക കൈമാറിയത്. പിഷാരടിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഔദ്യോഗികമായി ഇതുവരെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തയാഴ്ചയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇതിനുള്ള അന്തിമ ചർച്ചകളാണ് നിലവിൽ നടക്കുന്നത്. നേരത്തെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ കോൺഗ്രസിന് വേണ്ടി പിഷാരടി ഇറങ്ങുമെന്ന് വാർത്തകളുണ്ടായിരുന്നു. എങ്കിലും പാലക്കാടാണത്രേ പിഷാരടിക്ക് സാധ്യത കൂടുതൽ. BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന കേരളത്തിലെ മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. ഇവിടെ BJPക്ക് വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമെന്നാണ് വിവരം. BJPയും ഇതുവരെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാനാണ് BJPയും ആലോചിക്കുന്നത്. ഇതിനുള്ള ചർച്ചകളും അന്തിമഘട്ടത്തിലാണ്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചാൽ വിജയിക്കാൻ പറ്റുമെന്നാണ് BJP RSS നേതൃത്വത്തിന്റെ വിശ്വാസം. നേരത്തെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ BJPക്ക് വലിയ തോതിൽ വോട്ട് വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രന് മാത്രമായി പാലക്കാട് കുറച്ച് വോട്ടുണ്ട് എന്നാണ് അവരെ അനുകൂലിക്കുന്ന BJP നേതാക്കളും പറയുന്നത്. വർഷങ്ങളായി കോൺഗ്രസ് ജയിച്ചു വരുന്ന മണ്ഡലമാണ് പാലക്കാട്. ഷാഫി പറമ്പിൽ പലതവണ മികച്ച വിജയം നേടിയ മണ്ഡലമാണ് പാലക്കാട്. മെട്രോമാൻ E ശ്രീധരനെ BJP ഇറക്കിയിട്ടും പാലക്കാട്ടെ വോട്ടർമാർ ഷാഫി പറമ്പിലിനെയാണ് ജയിപ്പിച്ചത്. ഷാഫി വടകര വഴി ലോക്സഭയിലേക്ക് പോയതോടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായതും ജയിച്ചതും. പുതിയ ആരോപണങ്ങളും കേസുകളുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് തിരിച്ചടിയായത്. തുടർന്ന് മറ്റ് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് തേടി. DCC അധ്യക്ഷൻ തങ്കപ്പന്റെ പേര് ചില നേതാക്കൾ മുന്നോട്ട് വെച്ചെങ്കിലും മണ്ഡലത്തിൽ വിജയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നാണ് വിലയിരുത്തൽ. തുടർന്നാണ് രമേശ് പിഷാരടിയുടെ പേരിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയത്. പിഷാരടിക്ക് വലിയ പ്രേക്ഷക സ്വീകാര്യത ഉണ്ടെന്നത് സത്യമാണ്. എന്നാൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ മാറിമറിയാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. സുരേഷ് ഗോപി എഫക്ട്, അമ്പ് വില്ല് എന്നൊക്കെ പറഞ്ഞ് BJP ഹൈപ്പ് കൊടുത്തപ്പോഴും ജനങ്ങൾ സുരേഷ് ഗോപി ചെയ്ത കഥാപാത്രങ്ങളും അവരുടെ സ്വഭാവവും തെറ്റിനെ ചോദ്യം ചെയ്യുന്ന നായകനെയും എല്ലാം മനസ്സിൽ കണ്ടാണ് വോട്ട് കൊടുത്തതും വിജയിപ്പിച്ചതും. എന്നാൽ റിയൽ സിറ്റുവേഷൻ ആയപ്പോൾ പലയിടത്തും ഇതേ നായകൻ എല്ലാവരും വെറുക്കപ്പെടുന്ന വില്ലനായി. ധർമ്മജൻ ബോൾക്കാട്ട് മത്സരിച്ചിട്ടോ പൊട്ടിയില്ലേ? ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ടെന്ന് പറയുന്നത് ഇതാണ്. പറ്റിയ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ അവർ ഇനി ഒരു പരീക്ഷണത്തിന് മുതിരുമെന്ന് തോന്നുന്നില്ല.